മാസത്തിൽ ജനിച്ചവരെ സൂക്ഷിക്കണം. നിങ്ങൾ മെയ് മാസത്തിലാണ് ജനിച്ചത്, അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ ക്ഷമയാണ്. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും പതറാതെ പിടിച്ചു നിൽക്കും. പക്ഷെ പാവാണെന്ന് കരുതി ക്ഷമ പരീക്ഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വിവരം അറിയും. ഫ്രണ്ട് ലിസ്റ്റിനെ കഴിഞ്ഞും വലുതാണ് ബ്ലോക്ക് ലിസ്റ്റ്. എപ്പോഴെങ്കിലും ഇതുപോലെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. സെക്കൻഡ് തിങ് ലോയാലിറ്റി. ഇവര് ഭയങ്കര ലോയൽ ആയിരിക്കും. ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും കൂടുതലുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യും. ക്വാണ്ടിറ്റിയെക്കാളും ക്വാളിറ്റി ആയിരിക്കും ഇവർ നോക്കുക. ഫുഡ് ആണെങ്കിലും ഡ്രസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ്. അവരെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പുറത്ത് മാത്രമല്ല അകത്തും അങ്ങനെ തന്നെയാണ്. ട്രെൻഡ് ഒന്നും ഫോളോ ചെയ്യില്ല, പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാവും. പിടിവാശി. ഒരു കാര്യം വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാലും തടുക്ക മുടിയാവും. അതുപോലെ തന്നെയാണ് ഈഗോ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ അവരെ ജീവിതത്തിൽ വലിയ നിലയിൽ എത്തിക്കുന്നത് ഈ പിടിവാശി തന്നെയാണ്. മോട്ടിവേഷൻ ക്വീൻസ് ആൻഡ് കിങ്സ് ആണ്. മറ്റുള്ളവരെ മാത്രമല്ല, ഒരു പ്രശ്നം വന്ന് അവനവനെ തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് അവർക്കുണ്ട്. നാച്ചുറൽ എക്സ്പ്ലോറേഴ്സ് ആണ്. യാത്ര ചെയ്യാനും പുതിയ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അല്ലാതെ വീട്ടിൽ ചടച്ചുകൂടി ഇരിക്കാനൊന്നും ഇവരെ കിട്ടത്തില്ല. മറ്റുള്ളവർ പറയുന്നൊന്നും കണ്ണുകൂട്ടി വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അവർക്ക് അഭിപ്രായങ്ങളുണ്ട്, അവർക്കും കൂടെ തോന്നണം. അങ്ങനെയാണെങ്കിൽ ചെയ്യും. വളരെ ഇമോഷണലാണ്, പക്ഷെ അത് പുറത്ത് കാണിക്കില്ല. എത്ര സങ്കടം ഉണ്ടെങ്കിലും സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ നോക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മെയ് ടോറസ് ഉണ്ടെങ്കിൽ വിടരുത്. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ പുറത്ത് ആരും സപ്പോർട്ട് ചെയ്യില്ല.